നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് പെർഫ്യൂംസ് ഉപയോഗിക്കാറുണ്ടോ? വേൾഡ് ഫേമസ് സ്റ്റോറി ടെല്ലറും കാമസൂത്ര റിസർച്ചറുമായ സീമ ആനന്ദ് ഒരിക്കലൊരു ടെഡ് ടോക്കിൽ ആർട്ട് ഓഫ് സെഡക്ഷൻ എന്ന സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് പെർഫ്യൂമിംഗ് ദ ബോഡിയെ കുറിച്ച് വളരെ ബ്യൂട്ടിഫുള്ളായി സംസാരിച്ചിരുന്നു. അതിൽ പറയുന്നത് നിങ്ങളുടെ സ്ത്രീ പങ്കാളി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും ഓരോ തരം മണങ്ങളായിരിക്കണം. അതായത് മുടിക്ക് രാമച്ചത്തിന്റെ മണം, കഴുത്തിന് മുല്ലപ്പൂവിന്റെ മണം, കൈകൾക്ക് മിന്റ് അല്ലെങ്കിൽ പുതിനയിലയുടെ മണം, ബെല്ലി ബട്ടൺ അല്ലെങ്കിൽ പൊക്കിളിന് കസ്തൂരിയുടെ മണം, വയറിന്റെ സൈഡിന് വളരെ ചെറിയ റോസിന്റെ മണം. അതായത് നിങ്ങളുടെ പാർട്ട്ണർ ആ മണം കിട്ടാനായി അവരുടെ മുഖങ്ങൾ നിങ്ങളുടെ വയറിന്റെ സൈഡിലേക്ക് അമർത്തണമെന്നാണ് പറയുന്നത്. ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗം ബാക്ക് അല്ലെങ്കിൽ പുറം ഭാഗമാണ്. അതിൽ പറയുന്നത് ചന്ദന തുള്ളികൾ കൊണ്ട് നിങ്ങളുടെ പുറം ഭാഗം ഡോട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ പാർട്ട്ണർ ആ സ്മെല്ല് കിട്ടാനായി ഓരോ ഡോട്ടിലും മുഖം കൊണ്ട് ഇങ്ങനെ പാറ്റേൺ വരയ്ക്കണമെന്നാണ് പറയുന്നത്. സീമാനന്ദിന്റെ ടോക്കിൽ ഒരു സ്ത്രീയാണ് വർണ്ണിച്ചിട്ടുള്ളത്. പക്ഷെ നിങ്ങളുടെ പാർട്ട്ണർ ആരുമായിക്കോട്ടെ, നിങ്ങളുടെ പാർട്ട്ണറിന്റെ തല മുതൽ ശരീരത്തിന്റെ ഓരോ ഭാഗത്തു കൂടെ കടന്നു പോകുമ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്മെല്ലാണെങ്കിൽ അത് പുതിയ അനുഭൂതിയായിരിക്കും, പുതിയ അനുഭവമായിരിക്കും, പുതിയ രുചിയായിരിക്കും, പുതിയ മണമായിരിക്കും. പിന്നെ നോട്ട് ദ പോയിന്റ്, നാച്ചുറൽ കെമിക്കൽ ഫ്രീ എസെൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ പെർഫ്യൂംസ് ഉപയോഗിക്കുക. പ്രത്യേകിച്ചും ഫാലൈറ്റ് എന്ന കെമിക്കൽ ഇല്ലാത്ത പെർഫ്യൂംസ്. ഈ ഫാലൈറ്റ് എന്ന കെമിക്കൽ നിങ്ങളുടെ ജനനേന്ദ്രിയം, സ്കിൻ, ഞരമ്പുകൾ ഇതിനെല്ലാം വളരെ ദോഷകരമായി ബാധിക്കുന്ന ഒരു കെമിക്കലാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തു കൂടെ പോകുമ്പോൾ ഒരുപാട് കെമിക്കൽ തിന്നേണ്ടി വരും. പിന്നെ രണ്ടാമത്തെ കാര്യം, വളരെ കുറച്ച് പെർഫ്യൂം തേക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഇതൊക്കെ വലിച്ചു കയറ്റി ബോധം പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അവസ്ഥ വരരുത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യമുള്ള നിങ്ങളുടെ ചങ്കുകൾക്ക് ഇത് അയച്ചു കൊടുക്കൂ ബഡീസ്. അത് കൂടാതെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ മണത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കൂ. ഇനി കേരളത്തിൽ മണത്തിന്റെ കളികൾ തുടങ്ങട്ടെ മലയാളി.